ഈ പൊതുവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് BJP സ്ഥാനാർത്ഥി ശ്രീലേഖയ്ക്ക് വലിയ പുത്തരിയുള്ള സംഭവമൊന്നുമല്ല. ഇപ്പോഴത്തെ പുതിയൊരു പിണങ്ങിപ്പോക്കിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. വട്ടിയൂർക്കാവിലെ BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ സ്ഥാനാർത്ഥി ശ്രീലേഖ ഇറങ്ങിപ്പോയത് വലിയ നാടകീയ സംഭവങ്ങൾക്കാണ് വഴിവെച്ചത്. കേന്ദ്രമന്ത്രി S ജയശങ്കർ കൺവെൻഷൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് സംഭവം അരങ്ങേറിയത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ചോ സ്ഥാനാർത്ഥി ശ്രീലേഖയെക്കുറിച്ചോ പരാമർശിക്കാതെ രാജീവ് ചന്ദ്രശേഖരനെ എടുത്തു പറയുകയും അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ പറ്റി വാതോരാതെ സംസാരിക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ജയശങ്കർ അഭ്യർത്ഥിക്കുകയും ചെയ്തതോടെ ശ്രീലേഖയെ അത് വല്ലാതെ ചുടിപ്പിച്ചു. പിന്നാലെയാണ് ശ്രീലേഖയുടെ വേദിവിടൽ നാടകം അരങ്ങേറിയത്. വേദിവിട്ട ശ്രീലേഖയെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിണങ്ങിപ്പോയ കുഞ്ഞിനെ അനുനയിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ ആശ്വസിപ്പിച്ച് തിരികെ എത്തിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും സമാനമായ രീതിയിൽ ശ്രീലേഖ വിട്ടുനിന്നത് ചർച്ചയായിരുന്നു. BJP നേതൃത്വത്തിനെതിരെ പലപ്പോഴായി പരസ്യ വിമർശനം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീലേഖ. മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും എന്നാൽ പിന്നീട് പാർട്ടി തന്നെ തഴഞ്ഞതായും അവർ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. കൗൺസിലർ ആകാനല്ല, മറിച്ച് മേയർ ആകുമെന്ന ഉറപ്പിന്മേലാണ് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്ന ശ്രീലേഖയുടെ മുൻപത്തെ അഭിമുഖവും ഈ പുതിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വീണ്ടും സജീവമാവുകയാണ്. വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടരുന്നതിനിടയിലും പാർട്ടിയിലെ ഒരു വിഭാഗവുമായി ശ്രീലേഖ അത്ര നല്ല ബന്ധത്തിലല്ലെന്നാണ് സൂചനയുള്ളത്. എങ്കിലും വട്ടിയൂർക്കാവിൽ BJPക്ക് വലിയ വിജയ പ്രതീക്ഷയുണ്ടെന്നും കേരളത്തിൽ പാർട്ടി ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ശ്രീലേഖ പ്രതികരിച്ചത്.